السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, നമ്മളെ സഹായിച്ചിട്ടുള്ളവർ എല്ലാവരുടെ ഖബറുകളും അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. സ്വർഗത്തിൽ നിന്നൊരു വാതിലൊരു ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദന്മാരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ ബഖറയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. قل നബിയെ നിങ്ങൾ പറയുക, മൻ കാന അദുവൻ ലിജിബ്രീല, ജിബ്രീൽ എന്ന മലക്കിനോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ, ജിബ്രീൽ എന്ന മലക്കിനോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അവരോട് ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. അദ്ദേഹം അത് നിങ്ങളുടെ മനസ്സിൽ അവതരിപ്പിച്ചത്, അഥവാ നസ്സലഹു അതിനെ അവതരിപ്പിച്ചത്, ഖുർആൻ വഹി ഇറക്കിയത് അള്ളാഹുവിൻ്റെ ഉത്തരവ് അനുസരിച്ച് കൊണ്ടുള്ളതും, അലാ ഖൽബിക ബിഇദ്നില്ലാഹി, അള്ളാഹുവിൻ്റെ ഉത്തരവ് അനുസരിച്ച് കൊണ്ടുള്ളതും. എങ്ങനെ? മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മുൻവേദങ്ങളെ ശരിവെച്ചു കൊണ്ടുള്ളതും. മുൻവേദങ്ങൾ എന്ന് പറഞ്ഞാൽ തൗറാത്ത് പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ഒരു പ്രവാചകൻ വരുമെന്ന് മുൻപറിയിച്ചിട്ടുണ്ട്. അതിനെ സത്യമാക്കിക്കൊണ്ടുമാകുന്നു. വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ. അത് മാത്രമല്ല, വിശ്വാസികൾക്ക് വഴികാട്ടിയാണ്, ഹുദനാണ്, അതുപോലെ സന്തോഷ വാർത്ത നൽകുന്നതുമായിട്ടാണ് അത് അവതരിച്ചിട്ടുള്ളത് എന്ന് അവരോട് പറയുക. അല്ലാതെ മുഹമ്മദ് നബിയുടെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ടൊന്നും തന്നെ ഇറക്കിയത് അല്ല. ഫഇന്നഹു നസ്സലഹു അയ്യൽ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് അലാ ഖൽബിക, നിങ്ങളുടെ ഹൃദയത്തിൽ, ബി അംരില്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. എങ്ങനെ? മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി ഖബ്ലഹു മിനൽ കിതാബി കുതുബി, കിതാബുകളിൽ നിന്ന് മുൻപ് വന്നിരുന്ന എല്ലാ കിതാബുകളെയും അത് വാസ്തവമാക്കുന്ന നിലയിൽ, വഹുദൻ മിനൽ ളലാലത്തി, വഴികേടിത്തരത്തിൽ നിന്ന് സന്മാർഗമാക്കുന്നതും, വബുശ്റാ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നതുമാണ് ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് സ്വർഗം ഉണ്ട് എന്ന സന്തോഷ വാർത്തയും, അതുപോലെ മിനൽ ളലാല, വഴികേടിത്തരത്തിൽ നിന്നുള്ള സന്മാർഗവുമായിട്ടാണ് ഈ ഗ്രന്ഥം, ഈ വഹി നിങ്ങളിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയുക. അപ്പോൾ ജിബ്രീലിനോട് ശത്രുത വെച്ച് പുലർത്തേണ്ടത് ഇല്ല. ജിബ്രീലിനോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാണ്? അത് അല്ലാഹു ഇറക്കിയതാണ്, ഇതിനു മുമ്പ് ഇറങ്ങിയ ഗ്രന്ഥങ്ങളെ വാസ്തവമാക്കുന്ന നിലയിലാണ്. അതുകൊണ്ട് ജിബ്രീലിനോട് ശത്രുത വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല. വലഖദ് അൻസൽനാ ഇലൈക ആയാതിൻ ബയ്യിനാതിൻ വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ. വലഖദ് അൻസൽനാ ഇലൈക ആയാതിൻ ബയ്യിനാതിൻ, നബിയെ നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളാകുന്നു. ആയാത്തിൻ ബയ്യിനാത്തിന് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളാണ്. വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ, ധിക്കാരികളല്ലാതെ മറ്റാരും അവയെ നിഷേധിക്കുകയില്ല.
വലഖദ് അൻസൽനാ ഇലൈക യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ നിങ്ങളിലേക്ക് നാം അവതരിപ്പിച്ചതുണ്ടല്ലോ അത് ആയാത്തിൻ ബയ്യിനാത്തിൻ ഐ വാളിഹാത്തിൻ സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളാകുന്നു. വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ, ഫാസിഖീങ്ങളല്ലാതെ ഇത് നിഷേധിക്കുകയില്ല. ധിക്കാരികളല്ലാതെ മറ്റാരും അവയെ നിഷേധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളാണ് ഇത്. അത് നിഷേധിക്കുന്നവരാരാണ്? അത് നിഷേധികളാണ്, ധിക്കാരികളാണ്. അവരല്ലാതെ ഇതിനെന്താവുകയില്ല, നിഷേധിക്കുകയില്ല. മൻ കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാല ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽകാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധിക്കാരം പ്രവർത്തിക്കുന്നത് മാത്രമേ ഈ വക കാര്യങ്ങൾ ജിബ്രീലിനോടും മീകായിലിനോടും അതുപോലെ മലക്കുകളോടും ശത്രുക്കളായി കണക്കാക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവരുടെ ഈ സ്വഭാവം നല്ലതല്ല. അവ കുല്ലമാ ആഹദു അഹദൻ നബദഹു ഫരീഖും മിൻഹും ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ. അവ കുല്ലമാ ആഹദുഹു നാം നിങ്ങൾക്ക് അവ കുല്ലമാ ആഹദു അഹദൻ നബദഹു ഫരീഖും മിൻഹും അവർ യഹൂദർ ഏതൊരു കരാറ് ചെയ്തു കഴിയുമ്പോഴും അവരിൽ ഒരു ഭാഗം അത് വലിച്ചെറിയുകയാണല്ലോ. ഫരീഖും മിൻഹും നബദഹു ഫരീഖും മിൻഹും അവരിൽ നിന്ന് ഒരു ഭാഗം അതിനെ വലിച്ചെറിയുകയാണല്ലോ. ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ എന്ന് മാത്രമല്ല അവരിൽ അധിക പേരും വിശ്വാസം തന്നെയില്ല. യഹൂദവർഗം, യഹൂദന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഗ്രന്ഥങ്ങളെ നിഷേധിക്കുകയും മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് അവതീർണമായ ഗ്രന്ഥങ്ങളിൽ അഥവാ തൗറാത്ത് പോലുള്ള ഗ്രന്ഥങ്ങളിൽ, തൗറാത്താണ് യഹൂദന്മാർക്കുള്ളത്, അതിൽ സ്പഷ്ടമായി പറഞ്ഞ കാര്യങ്ങളെ ഈ വിശുദ്ധ ഖുർആൻ വരുമെന്നും പ്രവാചകൻ വരുമെന്നുമുള്ള കാര്യം അവരതിനെ എന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു. എന്തിനെ പറ്റിയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അലൽ ഈമാനി ബിൻ നബി ഇൻ ഖറജ, ഇങ്ങനൊരു പ്രവാചകൻ മുഹമ്മദ് നബി വന്നാൽ ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കണം എന്ന കാര്യത്തിൽ അവരെന്ത് ചെയ്യുന്നു? അവർ തർക്കിക്കുകയാണ്. അല്ലാ യഅവനു അലൈഹി അൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളെ സത്യ ബഹുദൈവാരാധകരെ അവർ സഹായിക്കുകയും ചെയ്യരുത് എന്നും അതിലുണ്ട്. പക്ഷേ അവരെന്ത് ചെയ്യുന്നു? അതൊക്കെ അവർ വിട്ടുകളഞ്ഞു എന്ന് മാത്രമല്ല, ബഹുഭൂരിപക്ഷവും ബൽ അക്സറുഹും എന്ന് മാത്രമല്ല അവരിൽ അധികം പേരും ലാ യുഅ്മിനൂൻ, അള്ളാഹുവിലോ അവൻ്റെ പ്രവാചകന്മാരിലോ വേണ്ടതുപോലെ അവർ വിശ്വസിക്കുന്നില്ല. കൂടുതലും സത്യനിഷേധികളാകുന്നു. യഹൂദരായ ആൾക്കാരുടെ സ്വഭാവം നമ്മൾക്ക് മനസ്സിലാക്കിയാൽ മുസ്ലിമീങ്ങളെ അഥവാ ഇസ്ലാമിനെ ഏറ്റവും കൂടിയ ശത്രുക്കളായിട്ട് ഇന്നും വെച്ചു പുലർത്തുന്നവർ അവരാണ്, യഹൂദന്മാരാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരുണ്ട്. അങ്ങനെ ഉള്ളവരെ നമ്മുടെ കാര്യകർത്താക്കളായി വെച്ചു പുലർത്തുന്നതിൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ഒരു കാരണവശാലും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അവർ ഒരു തരിമ്പ് പോലും സ്നേഹം കാണിക്കുകയോ സഹായം ചെയ്യുകയോ സ്നേഹം പ്രകടിപ്പിക്കുകയോ സ്നേഹമായി പെരുമാറുകയോ ചെയ്യുന്നതല്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ നമ്മൾ
അവരുമായിട്ടുള്ള ചങ്ങാത്തങ്ങൾ യാതൊരു കാരണവശാലും വെച്ചു പുലർത്തരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. യഹൂദന്മാരുടെ സ്വഭാവം അതാണ്. ഇസ്ലാമിനെ, മുസ്ലിമീങ്ങളെ ശത്രുപാളയത്തിൽ നിർത്തുക, അവരെ ഉപദ്രവിക്കുക, അവരെ കൊല്ലാക്കൊല ചെയ്യുക, കുഞ്ഞുങ്ങളെയും കുട്ടികളെയും കൊല്ലുക എന്ന് വേണ്ട ഇസ്ലാമിൻ്റെ സ്മാരകങ്ങൾ തകർക്കുക, ഇസ്ലാമിക രാജ്യങ്ങൾ ഹറാവാക്കുക. ഇതാണ് അവരുടെ അടിസ്ഥാനപരമായിരിക്കുന്ന സ്വഭാവവും വിശ്വാസവും. അതനുസരിച്ച് വേണം നാം അവരോട് ഇടപഴകാൻ, അവരുടെ സഹായം തേടാൻ, അവരുമായിട്ട് സഹവസിക്കാനെന്ന് ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാലാകയോടതിർത്തിയിടുന്ന മാനവൻ മൂടനത്രേ തുലോം പാർത്തു കണ്ടിടുകിൽ അല്ലാഹു കൽപ്പിച്ചു നൽകുന്ന സൂക്തികൾ നിന്നോടരുൾ ചെയ്തു ജിബ്രീൽ ദൂതനും സത്യവേദങ്ങൾ സ്ഥിരീകരിച്ചല്ലയോ നവ്യമേ ഖുർആനേകുന്നതിടുടയവൻ ദിവ്യ സൂക്തങ്ങളിൽ കാണുന്നു സജ്ജനം തന്മാർഗപാഠവും സന്തോഷവാർത്തയും. അല്ലാഹുവിൽ വൈരം തുടങ്ങുല മാനവ ദൂതരോടൽ കോല പാപമാണെന്നോർക്കുവിൻ. ജിബ്രീൽ മീകായേൽ മാലാകമാരെയും ശത്രുക്കളാക്കൊല കോപിക്കുമീശ്വരൻ. സത്യപ്രകാശം പരത്തുവാൻ വ്യക്തമാം ദൃഷ്ടാന്തമൊട്ടേറെ നൽകി നാം കൂട്ടരെ. പാപിഷ്ഠരല്ലാതെ മറ്റാരുമീ ഖുർആൻ ഓഷ്കന്നു ചൊല്ലി തിരസ്കരിക്കില്ലടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, നമ്മളെ സഹായിച്ചിട്ടുള്ളവർ, പഠിക്കുന്ന കാലഘട്ടങ്ങളിലും ജോലി ചെയ്യുന്ന സമയങ്ങളിലും നമ്മളെ സഹായിച്ചിട്ടുള്ളവർ, ഭക്ഷണം നൽകിയവർ, നമ്മളെ സഹായിച്ചിട്ടുള്ളവരൊക്കെയും അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അവർ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാകട്ടെ. സ്വർഗത്തിൽ നിന്നൊരു വാതിൽ അവർ ഖബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. മാരകമായ രോഗങ്ങളൊന്നും തന്ന് അള്ളാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ രോഗങ്ങൾക്കെല്ലാം അള്ളാഹു ശിഫ കൊടുക്കട്ടെ. നമ്മളെ മക്കൾക്ക് നാഫിയായ ഓർമ്മബുദ്ധിയും കൂർമ്മബുദ്ധിയും കൊടുത്ത് സ്വാലിഹ്യങ്ങളായ കുഞ്ഞുങ്ങളായിട്ട് അള്ളാഹു വളർത്തട്ടെ. എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മയും നാമുമായി ബന്ധപ്പെട്ട വല്ലവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്ത് കുടുംബസമേതം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ വർഷത്തെ ഹജ്ജിന് ലക്ഷോപലക്ഷം മുഅ്മിനുകൾ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയമാണ്, മക്കയിൽ എത്തിപ്പെട്ട സമയമാണ്. അള്ളാഹു ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന എല്ലാ ഹജ്ജുമ്മമാരുടെയും ഹജ്ജാജികളുടെയും ഹജ്ജിനെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തയുടെ ദുആകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഹജ്ജൊക്കെ കഴിഞ്ഞ് സുരക്ഷിതമായി ഓരോരുത്തരുടെ നാടുകളിൽ എത്തിപ്പെടാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കും നമ്മുടെ നാട്ടിലും നമ്മൾ വസിക്കുന്ന നാടുകൾക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. എല്ലാവിധമായ വിപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.